മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണീയം ഒന്നാമത്തെ ദശകത്തിലെ 10ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് ഇന്ന് പറയണത്. അർത്ഥം പറയുന്നത് ഭാരതി കിഴക്കേപ്പാട്ട് വാര്യം. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണം തേജസ്സംഹാരി വീര്യം വിമലമഭിയശോ നിസ്പൃഹൈശ്ചോപഗീതം അംഗാസംഗാ സദാ ശ്രീരഖിലവിദസി നക്വാപിതേ സംഗവാർത്താ തത്പാദാകാരവാസിൻ മുരഹര ഭഗവത്ശബ്ദമുഖ്യാശ്രയോസി. ഇവിടെ ഭഗവാൻ എന്നുള്ള ശബ്ദത്തിൻ്റെ അർത്ഥം മഹാവിഷ്ണു തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയുകയാണ്. അതായത് ശിവൻ, ബ്രഹ്മാവ് തുടങ്ങിയതായിട്ടുള്ള ദേവന്മാരൊക്കെ ഉണ്ടെങ്കിലും ഭഗവാൻ എന്നുള്ളതായിട്ടുള്ള ശബ്ദത്തിന് ശരിയായിട്ടുള്ള അർത്ഥം മഹാവിഷ്ണുവാണ്, ഭഗവാൻ തന്നെയാണ്, ഗുരുവായൂരപ്പൻ തന്നെയാണ് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത്. എന്താണ് ഈ ഭഗവാൻ എന്നുള്ള ശബ്ദത്തിന് അർത്ഥം? മഹാവിഷ്ണുവാണ്, ഭഗവാൻ തന്നെ ഗുരുവായൂരപ്പനാണ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഭഗഹ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 ഗുണങ്ങളാണ്. ഈ 6 ഗുണങ്ങളുള്ള ആളെയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് 6 ഗുണങ്ങൾ എന്നുള്ളതാണെങ്കിൽ, ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം, ഇങ്ങനെ 6 എണ്ണാണ്. ഈ 6 എണ്ണത്തിനെ കൂടിയിട്ടാണ് ഭഗഹ എന്ന് പറയണത്. അപ്പോൾ ഈ 6 ഗുണങ്ങളും തികഞ്ഞിട്ടുള്ള ആളെ ഭഗവാൻ എന്ന് പറയുന്നു എന്നാണ്. അപ്പോൾ ഈ 6 ഗുണങ്ങളും തികഞ്ഞിട്ടുള്ളത് ഗുരുവായൂരപ്പന് തന്നെയാണ്, വിഷ്ണുവിന് തന്നെയാണ് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത്. അത് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെയാണ്, എങ്ങനെയാണ് ഭഗവാനിൽ മാത്രം ഇതൊക്കെ ഉണ്ട് എന്ന് പറയണത് എന്നുള്ളതാണ് ഈ ശ്ലോകം കൊണ്ട് പറയണത്. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം. ഐശ്വര്യം, അങ്ങയുടെ ഐശ്വര്യം, ആദ്യം പറഞ്ഞത് ഐശ്വര്യമാണ്. അപ്പോൾ ഐശ്വര്യം എന്ന് വെച്ചാൽ ഈശ്വരൻ എന്നുള്ളതായിട്ടുള്ള അവസ്ഥ, ഈശ്വരൻ്റെ ഭാവം ഐശ്വര്യം എന്നാണ് പറയുക. അപ്പോൾ ഈശ്വരൻ എന്നുള്ളതായിട്ടുള്ള അവസ്ഥ, ഈശ്വരൻ എന്നാൽ എന്താണ്? ബാക്കി ഉള്ളവരെ എല്ലാവരെയും നിലയ്ക്ക് നിർത്താനുള്ളതായിട്ടുള്ള ശക്തി, അധീശത്വം, എല്ലാവരെയും തൻ്റെ അധീനത്തിലാക്കാനുള്ളതായിട്ടുള്ള ശക്തി. അത് ശങ്കരാദീശ്വര വിനിയമനം. ശങ്കരാദികളായിട്ടുള്ള ഈശ്വരന്മാരെ, വേറെ ഈശ്വരന്മാരൊക്കെ ഉണ്ട്, ശങ്കരാദികളായിട്ടുള്ള ശങ്കരൻ, ബ്രഹ്മാവ്, ഇന്ദ്രൻ തുടങ്ങിയതായിട്ടുള്ള ദേവന്മാർ വേറെ ഉണ്ട്. പക്ഷേ അവർക്കൊക്കെ ഐശ്വര്യം നൽകണത് തന്നെ ഭഗവാനാണ് എന്നാണ് സങ്കല്പം ഇവിടെ പറയണത്. അപ്പോൾ അവർക്കൊക്കെ ഈ ഈശ്വരത്വം, ഈശ്വരഭാവം നൽകുന്നത് തന്നെ ഭഗവാൻ ഗുരുവായൂരപ്പനായതുകൊണ്ട് എല്ലാവരേക്കാളും അവരെയൊക്കെ വിനിയമനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ നിയന്ത്രിക്കാനുള്ളതായിട്ടുള്ള ശക്തി, അവർക്കൊക്കെ ഈ ഐശ്വര്യം നൽകിക്കൊണ്ട് വിഭജിച്ചു കൊടുത്ത് അവരെയൊക്കെ നിയന്ത്രിക്കുന്നതായിട്ടുള്ള ശക്തി ഭഗവാൻ തന്നെയാണ്, അങ്ങ് തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഐശ്വര്യം ഏറ്റവും അധികമുള്ളത് ഗുരുവായൂരപ്പന് തന്നെയാണ് എന്ന് പറഞ്ഞു. ഇനി തേജസ്, ഐശ്വര്യം തേജസ്സാണ് രണ്ടാമത്തേത് പറഞ്ഞത്. തേജസ് എങ്ങനെയാണ്? വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം. അങ്ങയുടെ വീര്യം, അങ്ങയുടെ തേജസ് എങ്ങനെയുള്ളതാണ്? വിശ്വതേജോഹരാണാം തേജസ്സംഹാരി, തേജസ്സിനെ സംഹരിക്കാൻ കഴിവുള്ളതാണ്. ആരുടെ തേജസ്സിനെ? വിശ്വതേജോഹരാണം, ലോകരുടെ മുഴുവൻ, അതായത് ബാക്കി എല്ലാവരുടെയും തേജസ്സിനെ ഹരിക്കുന്നതായിട്ടുള്ള ദേവന്മാരുടെ പോലും, ഈ ശങ്കരാദികളായിട്ടുള്ള ഈശ്വരന്മാരുടെ പോലും തേജസ്സിനെ ഇല്ലാതാക്കുന്നതാണ് അങ്ങയുടെ വീര്യം. ഭഗവാന്റെ വീര്യം ബാക്കിയുള്ളവരുടെയൊക്കെ വീര്യത്തെ ഇല്ലാതാക്കുന്നതാണ്, അതിനേക്കാളൊക്കെ അതിശയിക്കുന്നതാണ് അങ്ങയുടെ വീര്യം. അപ്പോൾ അതുകൊണ്ട് തേജസ്, വീര്യം എന്നുള്ളതും അദ്ദേഹത്തിന് തന്നെയാണ്, ഗുരുവായൂരപ്പന് തന്നെയാണ് ഏറ്റവും അധികം വീര്യം ഉള്ളത് എന്നാണ്. വിശ്വതേജോഹരാണം, വിശ്വത്തിൻ്റെ എല്ലാവരുടെയും മറ്റെല്ലാവരുടെയും തേജസ്സിനെ ഹരിക്കുന്നതായിട്ടുള്ള, ഇല്ലാതാക്കുന്നതായിട്ടുള്ള തേജസ്സിനെ ഇല്ലാതാക്കുന്നതായിട്ടുള്ള ദേവന്മാരുടെ, അല്ലെങ്കിൽ ബാക്കി ഏത് ശക്തിയായാലും എല്ലാ ഈശ്വരന്മാരുടെയും ദേവന്മാരുടെയും തേജസ്സിനെയും സംഹരിക്കുന്നതാണ് അങ്ങയുടെ തേജസ്. ഇനിയിപ്പോൾ അത് തന്നെ ഒടുക്കം പറയുന്നുണ്ട്,
മുഹുസ്താവച്ഛക്രം വരുണമജയോ നന്ദഹരണേ എന്നുള്ളതായിട്ടുള്ള ശ്ലോകത്തിൽ ഇന്ദ്രനെ അങ്ങ് ജയിച്ചു, അതുമാതിരി വരുണനെ ജയിച്ചു, ശിവനെ ജയിച്ചു, ബ്രഹ്മാവിനെ ജയിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ഓരോരോ കഥകൾ പറയുമ്പോൾ. അപ്പം അങ്ങനെ എല്ലാ ദേവന്മാരുടെയും തേജസ്സിനെ ഹനിക്കുന്നതാണ് അങ്ങയുടെ തേജസ് എന്ന് പറഞ്ഞു. ഇനി യശസ്, ഐശ്വര്യം, തേജസ്, വീര്യം, യശസ്. യശസ് എങ്ങനെയുള്ളതാണ്? നിസ്പൃഹൈഹി ച ഉപഗീതം. നിസ്പൃഹൈഹി ച ഉപഗീതം. നിസ്പൃഹന്മാർ, അതായത് കാര്യമായിട്ട് ആളുകൾ പുകഴ്ത്തുക എങ്ങനെയാണ്? അവരവരൊക്കെ എന്തെങ്കിലും കിട്ടണമെന്ന് വിചാരിക്കുമ്പോൾ ആളുകളെ പുകഴ്ത്തും, രാജാക്കന്മാരെ പുകഴ്ത്തുക, അങ്ങനെയൊക്കെ പതിവുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും ആഗ്രഹത്തോടു കൂടി പുകഴ്ത്തല്ല അവിടെ. നിസ്പൃഹന്മാരായിട്ടുള്ളതായിട്ടുള്ള നാരദാദികളായിട്ടുള്ള മഹർഷിമാരും കൂടിയും അങ്ങയുടെ യശസ്സിനെ പാടിപ്പുകഴ്ത്തുന്നുണ്ട്. അപ്പം അത് കാരണം അങ്ങയ്ക്ക് യശസ്സുണ്ട്. എന്തെങ്കിലും ആവശ്യം വേണമെന്നുണ്ടായിട്ടല്ല, അവരവരുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടല്ല. അവരാഗ്രഹവുമില്ലാത്തതായിട്ടുള്ള നാരദാദികളെ ശുഗൻ മുതലായിട്ടുള്ള മഹർഷിമാരും കൂടിയും പാടിപ്പുകഴ്ത്തുന്നതാണ് അങ്ങയുടെ യശസ്. യശഃ, അങ്ങയുടെ യശസ്. നിസ്പൃഹൈച്ച, സ്പൃഹ ഇല്ലാത്തവർ പോലും, ആഗ്രഹമൊന്നുമില്ലാത്തവർ പോലും ഉപഗീതം, അവരാൽ പാടിപ്പുകഴ്ത്തപ്പെടുന്നതാണ് അങ്ങയുടെ യശസ്. ഇനി ശ്രീ എന്നുള്ളത് എങ്ങനെയാണ്? ശ്രീ സമ്പത്ത്. സമ്പത്ത് എന്ന് സമ്പത്തിൻ്റെ അധിദേവതായിട്ടുള്ള ആ ലക്ഷ്മി ഭഗവതി, ആ ലക്ഷ്മി ഭഗവതി അംഗാസംഗാ സദാ ശ്രീഹി, ആ ശ്രീഭഗവതി അങ്ങയുടെ അംഗത്തിൽ ആ ശക്തിയോടുകൂടിയിരിക്കുന്നു. അതായത് അങ്ങയുടെ വക്ഷസിൽ തന്നെയാണ് ലക്ഷ്മി ഭഗവതിയുടെ വാസം. അംഗാസംഗ സദാ ശ്രീ, അംഗാസംഗ അങ്ങയുടെ അംഗത്തിൽ, അങ്ങയുടെ വക്ഷസിൽ സദാ സംഘത്തോടു കൂടിയാണ്, സാമീത്യത്തോടു കൂടിയവളാണ്, ചേർന്നിരിക്കുന്നു. അതായത് അങ്ങയിൽ തന്നെ ലയിച്ചുകൊണ്ടിരിക്കുന്നു ലക്ഷ്മി ഭഗവതി സദാസമയവും. ഇനി ജ്ഞാനം. ജ്ഞാനം ആണ് അടുത്തത്. ആ ജ്ഞാനം എങ്ങനെയുള്ളതാണ് അങ്ങയുടെ? അഖിലവിധസി, അങ്ങക്ക് അറിയാത്തതായിട്ടൊന്നുമില്ല. അഖിലവിധ്, എല്ലാം അറിയുന്നവനാണ് അങ്ങ്. അങ്ങ് ആത്മജ്ഞാനം കൂടി, അതായത് ബാക്കിയുള്ളവരുടെ ഒക്കെ ജ്ഞാനമുണ്ട് എന്ന് മാത്രമല്ല, സ്വയം ജ്ഞാനം അങ്ങയ്ക്കുണ്ട്. എല്ലാം അറിയണ ആളാണ് അങ്ങ്. അഖിലവിധ് അസി, അങ്ങ് ആകുന്നു. അസീച്ച അങ്ങ് ആകുന്നു എന്നുള്ളതാണ്. അഖിലവിധ് അസി, അങ്ങ് എല്ലാം അറിയണ ആളാണ് അങ്ങ്, സർവജ്ഞനാണ് അങ്ങ്. അപ്പം ജ്ഞാനമുണ്ട്. അഖിലവിധസി ന ക്വാപിതേ സംഘവാർത്ത. ഇനി വൈരാഗ്യം എന്നുള്ളതാണ് അടുത്തത്. അങ്ങക്ക് ഒന്നിനോടും സംഘമില്ല. സക്തി എന്നുള്ളത്, ആസക്തി എന്നുള്ളത് ഒന്നിനോടുമില്ല. ന ക്വാപിതേ സംഘവാർത്ത, ഒരിടത്തും അങ്ങക്ക് സംഘമുണ്ട് എന്നുള്ളതായിട്ടുള്ള വാർത്ത കൂടിയില്ല, കേൾക്കാനും കൂടിയില്ല എന്നാണ്. അങ്ങക്ക് സംഘമുള്ളതായിട്ടുള്ള ഒരു സ്ഥലത്തിനെ കുറിച്ചും ഒന്നിനെക്കുറിച്ചും കേൾക്കാനേ ഇല്ല. അങ്ങക്ക് ഒന്നിനോടും സംഘമില്ല. നിസ്സംഗനായിട്ടാണ് അങ്ങ് ഈ ലോകത്തിൻ്റെ സൃഷ്ടി, സ്ഥിതി ഒക്കെ നിയന്ത്രിക്കുന്നത്, സംഹാരം ഒക്കെ നിയന്ത്രിക്കുന്നത് നിസ്സംഗനായിട്ടാണ്. ഒന്നിനോടും സംഘം അങ്ങക്ക് ഇല്ല. അങ്ങനെ അഖിലവിധസി ന ക്വാപിതയെ സംഘവാർത്ത, അങ്ങയ്ക്ക് സംഘമുണ്ട് എന്നുള്ളതായിട്ടുള്ള വാർത്ത തന്നെ ഇല്ല. അതാണ് വൈരാഗ്യം. ഇങ്ങനെ ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം, ഈ ആറും, അതായത് ആറും ചേർന്നതാണ് ഭഗം എന്ന് പറയണത്. ആ ആറും ഉള്ളത് കൊണ്ട് അങ്ങ് ഭഗവാൻ എന്നുള്ളതായിട്ടുള്ള തദ്, അതുകൊണ്ട് ഹേ വാതാകാരവാസിൻ, അല്ലയോ വാതാകാരത്തിൽ വസിക്കുന്നവനെ, വാതപുരത്തിൽ വസിക്കുന്നതായിട്ടുള്ള അല്ലയോ ഭഗവൻ, വാതാകാരവാസിൻ, അതിൽ വസിക്കുന്നതായിട്ടുള്ള ഭഗവൻ, മുരഹര എന്നുള്ളതായിട്ടുള്ള അസുരനെ ഹരിച്ചവൻ, സംബോധന, വാതാകാരവാസിൻ എന്ന് സംബോധന, മുരഹര എന്നുള്ളതും സംബോധന. ഭഗവത് ശബ്ദ മുഖ്യാശ്രയ അസി, ഭഗവാൻ എന്നുള്ളതായിട്ടുള്ള ശബ്ദത്തിന്, ഭഗവത് ശബ്ദം എന്ന് പറഞ്ഞാൽ ഭഗവാൻ എന്നുള്ളതായിട്ടുള്ള ശബ്ദം, ആ വാക്ക്, ആ വാക്കിൻ്റെ മുഖ്യമായിട്ടുള്ള ആശ്രയം അങ്ങ് തന്നെയാണ്. ആരിലാണ് ഈ ഭഗവാൻ എന്നുള്ളതായിട്ടുള്ള ശബ്ദം പ്രയോഗിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ട് നമ്മൾ പറയേണ്ടത് ഈ ഭഗവാനെ തന്നെയാണ്, ഗുരുവായൂരപ്പനെ തന്നെയാണ്. ആ ഭഗവാൻ എന്നുള്ളതായിട്ടുള്ള ശബ്ദം ഏറ്റവും അധികം യോജിക്കുക എന്നാണ് ഈ
ശ്ലോകത്തിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഈ 6 ഐശ്വര്യാദികളായിട്ടുള്ള 6 ഭഗവും ചേർന്ന് ഏറ്റവും അധികം ചേർന്നിരിക്കുന്നത് ഗുരുവായൂരപ്പനിലായതുകൊണ്ട് ആ ഭഗവാൻ എന്നുള്ളതായിട്ടുള്ള ആ ശബ്ദത്തിന് അനുയോജ്യനായിട്ടുള്ളത്, ഏറ്റവും യോജിച്ചത് അങ്ങ് തന്നെയാണ് എന്ന് പറയുന്നു. അതാണ് ഈ ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശസ ശ്രിയ ജ്ഞാനവൈരാഗ്യയോശ്ചൈവ ഷണ്ണാം ഭഗ ഇതീരണ എന്നാണ് പറയണത്. ഈ ഐശ്വര്യം, സമഗ്രമായിട്ടുള്ള ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം, ഈ 6 എണ്ണത്തിനെയാണ് ഭഗം എന്നുള്ളതായിട്ടുള്ള ഉക്തി. ഈരണാച്ച ഉക്തിയാണ്. ഭഗം എന്ന് പറയുന്നത് ഈ 6 എണ്ണത്തിനെയാണ്. ഈ 6ഉം യഥാർത്ഥത്തിൽ ഒട്ടും സംശയമില്ലാതെ കണ്ട് ചേർന്നിരിക്കുന്നത് ഗുരുവായൂരപ്പനിൽ തന്നെ ആയതുകൊണ്ട് ആ ഗുരുവായൂരപ്പൻ തന്നെയാണ് ഭഗവാൻ എന്നുള്ളതായിട്ടുള്ള ആ പദത്തിന് മുഖ്യമായിട്ടുള്ള അർത്ഥം, ആശ്രയം. മുഖ്യമായിട്ടുള്ള ആശ്രയം ഗുരുവായൂരപ്പൻ തന്നെയാണ്. അതായത് മുഖ്യാശ്രയം വാക്കുകൾക്ക് സ്വതേ മുഖ്യാർത്ഥം, ലക്ഷണാർത്ഥം എന്നും വ്യംഗ്യാർത്ഥം 3 തരത്തിലർത്ഥം പറയുന്നുണ്ട്. മുഖ്യം എന്നുള്ളതായിട്ട് പ്രധാനമായിട്ടുള്ളതായിട്ടുള്ള അർത്ഥം ആണ് മുഖ്യാർത്ഥം എന്നുള്ളത്. മറ്റ് രണ്ടാമത്തെ അർത്ഥം അതിനെയും പറയാം എന്നുള്ളത് കൊണ്ട് ബാക്കി ദേവന്മാരെയും ഭഗവാൻ എന്ന് പറയാം. പക്ഷെ മുഖ്യമായിട്ട് ഭഗവാൻ എന്നുള്ള പദം യോജിക്കുന്നത് ഗുരുവായൂരപ്പനിൽ തന്നെയാണ് എന്ന് ഈ ശ്ലോകത്തിൽ പറയുന്നു. അങ്ങനെ 1-ാമത്തെ ദശകം അവസാനിച്ചു. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണം തേജസ്സംഹാരി വീര്യം വിമലമപി യശോ നിസ്പൃഹൈശ്ചോപഗീതം അംഗാസംഗാ സദാ ശ്രീരഖിലവിദസി ന ക്വാപി തേ സംഗവാർത്താ തത്പാദാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി